കുഞ്ഞിന് നന്നായിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടിയും കുഞ്ഞുങ്ങൾ വളരെ ക്ഷീണിച്ച് വരുന്ന ഒരവസ്ഥ പലപ്പോഴും കാണപ്പെടാറുണ്ട്. ഫുഡ് കൊടുക്കുന്ന സമയത്ത് ചില കാര്യങ്ങളിൽ ഒരു ചെറിയ ശ്രദ്ധ വെച്ചാൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു സിറ്റുവേഷന് മാറ്റമുണ്ടാക്കാൻ സാധിക്കും. ഫുഡ് കൊടുക്കുന്ന സമയത്ത് മിക്കവാറും അമ്മമാർ ഫോളോ ചെയ്യുന്ന തെറ്റായ രീതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞു വെക്കുന്നത് നമ്മുടെ കുഞ്ഞിന് പെട്ടെന്ന് തന്നെ ഹെൽത്തി വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കുന്നതിന് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നിച്ചൂസ് നെസ്റ്റ്ലെ ബേബി കെയർ സീരീസിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ആദ്യത്തെ 6 മാസം കുഞ്ഞിന്റെ ഫിസിക്കൽ ഡെവലപ്മെന്റിനും ബ്രെയിൻ ഡെവലപ്മെന്റിനും ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും നമുക്ക് ബ്രസ്റ്റ് മിൽക്കിലൂടെ മാത്രം തന്നെ കുഞ്ഞിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് കൺഫേം ചെയ്യാൻ സാധിക്കും. പക്ഷെ 6 മാസം കഴിഞ്ഞ് നമ്മൾ കുഞ്ഞിന് ഫുഡ് കൊടുത്തു തുടങ്ങുന്ന സമയത്ത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അല്ല കുഞ്ഞിന് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൽ കാര്യമായിട്ടുള്ള കുറവ് സംഭവിക്കുകയും കുഞ്ഞിന്റെ ഡെവലപ്മെന്റ്സിന് അതിനനുസരിച്ചുള്ള ചേഞ്ചസ് ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ട് കാണാം. അതുവരെ കുഞ്ഞിനുണ്ടായിരുന്ന ഒരു എനർജിക് ലെവല് കുറയുകയും കുഞ്ഞ് പതിയെ പതിയെ ക്ഷീണിച്ച് വരുന്നതും മെലിഞ്ഞു വരുന്നതും ഒക്കെ ആയിട്ട് നമുക്ക് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് ഒരു 8-9 മാസം പ്രായമാകുന്ന സമയത്ത് ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കൂടുതൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡല്ല കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ പതിയെ പതിയെ മെലിഞ്ഞു വരുന്നതായിട്ട് കണ്ടുവരും. 9 മാസമൊക്കെ ആകുന്നതോട് കൂടിയിട്ട് നമ്മൾ മിക്കവാറും പേര് കുഞ്ഞുങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഫുഡ് ഐറ്റംസും തന്നെ കൊടുത്തു തുടങ്ങും. പ്രത്യേകിച്ച് പത്തിരി, ദോശ, ഇഡ്ഡലി, ചോറ് തുടങ്ങിയവയൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങാറുണ്ട്. ഇതൊന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതല്ല എന്നല്ല, പക്ഷെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് തന്നെ കുഞ്ഞുങ്ങളുടെ മെലിച്ചിലിനും കുഞ്ഞുങ്ങൾക്ക് ക്ഷീണം ഉണ്ടാകുന്നതിനും കാരണമാകും. ഉയർന്ന അളവിൽ പ്രോട്ടീനും മറ്റു ന്യൂട്രിയൻസും കുഞ്ഞിന് ലഭ്യമാക്കേണ്ട ഒരു സമയമായതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ ഈ ഒരു രീതിയിലാണ് ഫുഡ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് കാര്യമായിട്ടുള്ള ന്യൂട്രിയൻസിന്റെ അഭാവം ഉണ്ടാകാൻ സാധ്യത വളരെയേറെയാണ്. അതായത് നമ്മളിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് പത്തിരിയും തേങ്ങാപ്പാലും മാത്രമായിട്ട് കുഞ്ഞുങ്ങൾക്ക് സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എനർജി മാത്രമാണ് അതിൽ നിന്ന് ലഭിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ മിക്കവാറും പേര് ഇഡ്ഡലിയും ചട്നിയും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്. ഇഡ്ഡലി മാത്രമായിട്ട് അല്പം വെള്ളത്തിൽ കുതിർത്തി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്. ഇനി പുട്ടുണ്ടാക്കുന്ന സമയത്താണ് എന്നുണ്ടെങ്കിൽ പുട്ടിൽ ഒരല്പം പഞ്ചസാര വിതറിയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്. ഇത് 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പഞ്ചസാര തീരെ ഉപയോഗിക്കാൻ പാടില്ല. ഇനി 1 വയസ്സിന് ശേഷമുള്ള കുഞ്ഞുങ്ങൾക്കായാലും നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കാര്യമായ രീതിയിലുള്ള വെയിറ്റ് ഗെയിൻ, ഹെൽത്തി ഡെവലപ്മെന്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സ് കുഞ്ഞിന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള വളരെ നല്ല ചോയ്സാണ് കുഞ്ഞിന് കുറുക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ കുഞ്ഞുങ്ങൾ എത്രത്തോളം കുറുക്ക് കഴിക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ടോ അത്രയും പ്രായം വരെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് 8-9 മാസമൊക്കെ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ നവധാന്യ കുറുക്ക് കുഞ്ഞുങ്ങൾക്ക് ഒരു നേരമെങ്കിലും ഡെയിലി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നവധാന്യ കുറുക്ക് കുഞ്ഞുങ്ങൾക്ക് ഒരു നേരം കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ കുഞ്ഞിന്റെ ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സ് നമുക്ക് ഒരുവിധം കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ, അതായത് പത്തിരി, ദോശ, ഇഡ്ഡലി പോലുള്ളവ കുഞ്ഞുങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുക്കാതെ ഇടനേരങ്ങളിലൊക്കെ സ്നാക്സ് പോലെ മറ്റും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഒപ്പം തന്നെ അതിൻ്റെ കൂടെ വെജിറ്റബിൾസോ അതല്ലാന്നുണ്ടെങ്കിൽ കടല, പയറ് പോലുള്ളവയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട്. അതല്ലാതെ എളുപ്പത്തിന് വേണ്ടിയോ കുഞ്ഞ് പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയോ പഞ്ചസാര അല്ലെങ്കിൽ തേങ്ങാപ്പാലോ മാത്രം ചേർത്ത് മിക്സ് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന രീതി തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. തേങ്ങാപ്പാല് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്നല്ല പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കുന്ന സമയത്തോ മറ്റോ ആയിട്ട് കുഞ്ഞിൻ്റെ ഫുഡിൽ ഒരല്പം അത് ചേർക്കുന്നത് ടേസ്റ്റ് കൂടുന്നതിനും കുഞ്ഞിന് തേങ്ങാപ്പാലിൻ്റെതായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നതിനും നല്ലതാണ്. പക്ഷേ തേങ്ങാപ്പാൽ മാത്രമായിട്ട് കൊടുക്കുമ്പോൾ കുഞ്ഞിന് ഹൈലി ന്യൂട്രിയൻസ് ആവശ്യമുള്ള സമയത്ത് അതെല്ലാം മീറ്റ് ചെയ്യാൻ ഈ തേങ്ങാപ്പാൽ മാത്രമായിട്ട് കൊടുത്താൽ സാധിക്കില്ല. മാത്രമല്ല കൂടുതലായിട്ട് തേങ്ങാപ്പാൽ കുഞ്ഞിൻ്റെ വയറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുഞ്ഞിൻ്റെ വയറ് ഫുള്ളായതുപോലുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുകയും കുഞ്ഞ് മറ്റു ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് താല്പര്യം കാണിക്കാതിരിക്കുകയും ചെയ്യാം. കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ബൂസ്റ്റ് ചെയ്യുന്നതിനും അവരുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ബൂസ്റ്റ് ചെയ്യുന്നതിനും ചെറിയ പ്രായത്തിൽ ഒരു 9 മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കുഞ്ഞുങ്ങൾക്ക് നട്ട്സ് പൗഡർ ഒരല്പം ഡെയിലി കുഞ്ഞുങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. നട്ട്സ് പൗഡർ റെസിപ്പി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി കുഞ്ഞുങ്ങളുടെ കുറുക്കിലായിട്ടും ഫുഡിലായിട്ടും പാല് കൊടുക്കുകയാണെങ്കിൽ പാലിലൊക്കെ ചേർത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അത് ഒരുപാട് ബെനിഫിഷ്യലാണ്. കുട്ടികൾക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാകും
ഉണ്ടാകുന്നതിന് മാത്രമല്ല അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വളരെ റാപ്പിഡായിട്ട് നടക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് അതിനെ വളരെ ബൂസ്റ്റ് ചെയ്യുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഹെൽപ്ഫുൾ ആണ്. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 8-9 മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നിലത്തിരുന്ന് കളിക്കുന്ന ആ ഒരു പ്രായത്തിൽ കുഞ്ഞുങ്ങൾ സ്ഥിരമായിട്ട് എന്ത് കിട്ടിയാലും വായിലിടുന്ന ഒരു സമയമാണ്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ വിരശല്യം ഉണ്ടാകാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഒരു വയസ്സിന് താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യമായിട്ട് വിരമരുന്നൊന്നും കൊടുക്കില്ല. പക്ഷേ ഈ പ്രായത്തിലെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഒരു നേരമെങ്കിലും ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും ഒരല്പം പച്ചപ്പപ്പായ വേവിച്ചിട്ട് കുഞ്ഞിൻ്റെ ഫുഡിൽ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിരശല്യം നമുക്ക് ഒഴിവാക്കാം. ഒപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് ക്ഷീണം, വലിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വൈറ്റമിൻസിൻ്റെയോ അയേണിൻ്റെയോ മറ്റോ കുറവുണ്ടോ എന്നുള്ളത് കൂടി ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മെഡിസിൻസ് ഡോക്ടർ കൊണ്ട് പ്രിസ്ക്രൈബ് ചെയ്ത് കുഞ്ഞിന് കൊടുത്തു തുടങ്ങേണ്ടതാണ്. ഇതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് വെയിറ്റ് ഗെയിൻ ആവശ്യമായിട്ടുള്ള ഫുഡ് കൂടി ഉൾപ്പെടുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളിൽ ഹെൽത്തി വെയിറ്റ് ഗെയിൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അതല്ല പേഴ്സണലായിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ FBയിലോ നിച്ചൂസ് നെസ്റ്റ് ഫോളോ ചെയ്തിട്ട് ഞാനുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. തുടർന്നുള്ള അപ്ഡേറ്റ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ സെറ്റ് ചെയ്ത് വെക്കാനും ശ്രദ്ധിക്കുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.